കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു അജയൻ നിരഞ്ജനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരഞ്ജന പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമുക്ക് ജീവിക്കാം, എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാണ്. പക്ഷേങ്കിൽ അജയ് ഇത് കേട്ട് പറഞ്ഞു, ഒരിക്കലും എനിക്ക് അതിന് സമ്മതമല്ല. കാരണം എൻ്റെ വീട്ടുകാർ സമ്മതിക്കണം. എൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് എനിക്ക് ഒരിടത്തേക്കും മാറി നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷേങ്കിൽ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം ആയിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും ശരി, നമ്മൾ രണ്ടും ഒന്നിച്ച് ജീവിക്കത്തുള്ളൂ പറയണം. ആ ഒരു ഉറപ്പ് നിരഞ്ജനയ്ക്ക് കിട്ടുന്നുണ്ട്. നിരഞ്ജനയ്ക്ക് സന്തോഷമായി. ഈ സമയത്താണ് ഹേമ അങ്ങോട്ട് വരുന്നത്. ഹേമ വന്നിട്ട് ചോദിച്ചു, അജയ് കുറെ സമയമായി വന്നിട്ടെന്ന് ചോദിക്കും. ഇല്ല ആൻറ്റി, ഇപ്പൊ വന്നോളെന്ന് പറയാണ്. പിന്നീട് അജയോട് പറഞ്ഞു, അജയും കൂടെ വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറഞ്ഞ് ഹേമ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയം നിരഞ്ജന ഓർത്തു, എന്തിനായിരിക്കും അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നത്? എന്താ ആൻറ്റി, കാര്യം എന്താന്ന് ചോദിക്കുക. അതേ, അജയ് ഇനി ഇങ്ങോട്ട് അധികം വരണ്ടാന്ന് പറയണം. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞേ? ആ തമ്പിയുടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അജയനെ കൈ കിട്ടിയാൽ തീർക്കുമെന്നും പറഞ്ഞാൽ നടക്കണേ. തമ്പി വിളിച്ച് ഇന്ന് രാജേട്ടനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ട അജയ് പറഞ്ഞു, അയാളുടെ ഭീഷണിക്കൊന്നും വഴങ്ങി കൊടുക്കുന്നവനല്ല അജയ് എന്ന് പറയണം. അത് അജയ്ക്ക് പറയാം, പക്ഷെ അത് എൻ്റെ മോളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ മോള് ജീവനോടെ ഇരിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അജയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അതാ പറഞ്ഞ, ഇനിയിപ്പം അജയ് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനായിട്ട്. എപ്പോഴും വേണലും അപകടം ഉണ്ടാവുമെന്ന് പറയാം. അജയ് പറഞ്ഞേ, അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആൻറ്റി എന്ന് പറയണം. അജയ്ക്ക് അത് പറയാം. അജയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് പറയണത്. പക്ഷെ രാജേട്ടൻ ഇത് അജയോട് പറയാനായിട്ടൊരു മടി. അത് മാത്രമല്ല, രാജേട്ടൻ്റെ സ്വഭാവം അറിയാലോ. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജേട്ടൻ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തമ്പി സംബോധിക്കുമെന്ന് തോന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, ശരി ഞാൻ നോക്കാന്ന് പറയണം. എത്രയാന്ന് പറഞ്ഞാലും അവളുടെ കഴുത്തിൽ ഞാനൊരു താലിച്ചരട് കെട്ടിയിട്ടുണ്ട്. അതിപ്പം വേറെ ആരുടെയും കാണക്കലല്ല. ഞാൻ ഐസി വെച്ച് അവളുടെ കഴുത്തിൽ കെട്ടിയേക്കാൻ താലിയ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ അവളായിരിക്കും എൻ്റെ ഭാര്യ. എനിക്ക് വേറെ ആരും എൻ്റെ ഭാര്യയായിട്ട് ഇനി ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പം ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ടും പെട്ടെന്ന് തന്നെ ഖേമ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഉള്ള മോഹങ്ങളൊക്കെ ഇനി വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ തമ്പി നല്ല കലിപൂണ്ട് നടക്കുവാണ്. എന്താ ഏതാണെന്നും അറിയത്ത് പോലുമില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അജയ് ഒന്നിനും മുതിരണ്ട. അറിയാലോ, ഈ കല്യാണം എന്നുള്ള ചിന്ത ഇപ്പോഴങ്ങോട്ട് മാറ്റി വെച്ചാരെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിരഞ്ജനനെ ഒന്ന് അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. അതിനുശേഷം പിന്നീട് എന്താന്ന് വെച്ചാൽ ആലോചിക്കാന്നൊക്കെ പറയാണ്. അതിനുശേഷം ഹേമ അങ്ങോട്ട് പോവാ. ഈ സമയം അജയ് ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും കിട്ടുന്നില്ല. ഒരു പക്ഷെ തമ്പി തന്നെ തീർക്കാനായിട്ടായിരിക്കും നടക്കണേ. അപർണയോട് ചെയ്ത ചതിക്ക് പകരമായിട്ട് തമ്പി പകരം ചോദിക്കാനാന്ന് തോന്നേ. അങ്ങനെ ഒരു ചിന്തയൊക്കെ അജയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നേ വൈകുന്നേരമായി കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പത്തേന് കിടക്കാൻ സമയമായപ്പോൾ അമല് മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ അപർണ നല്ല നീണ്ട് വിശാലമായിട്ട് ബെഡിലേക്ക് കൊണ്ട് കയറി കിടക്കുക. ഈ കാഴ്ച കൊണ്ട് അമലിനെ അങ്ങോട്ട് സഹിച്ചില്ല. അമല എന്നിട്ട് പറഞ്ഞു, ഓഹോ ഇന്ന് നീ ബെഡേ കിടക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും. അതെ, ബെഡേ കിടക്കാൻ തന്നെ. നീ ആ സെറ്റി വേണേ പോയി കിടക്കാൻ പറയാം. സെറ്റിയല്ല ഞാനാ. നല്ല കഥയെ എന്നെ ആരും കിട്ടത്തില്ലെന്ന് പറയാ. ഓഹോ തമ്പുരാട്ടിയാണല്ലോ. തമ്പുരാട്ടി ഇപ്പൊ സെറ്റിയെ കിടന്നിടത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. അതെ ഞാൻ തമ്പുരാട്ടി തന്നെയാ. നിനക്ക് സംശയമുണ്ടോ എന്ന് അമലിനോട് ചോദിക്കുക. പെട്ടെന്ന് അമല് പറഞ്ഞു, എന്തൊക്കെ എവിടത്തെ തമ്പുരാട്ടി എന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ബെഡേ കിടക്കും. മര്യാദയ്ക്ക് ഒന്നെങ്കിൽ തറയിൽ കിടന്നോണം, അല്ലെങ്കിൽ ആ സെറ്റിയെ പോയി കിടന്നോണം എന്ന് പറയാം. ഈ സമയം അപർണ പറഞ്ഞു, അതെ ഒരു കാരണവശാലും ഞാൻ തറയിൽ കിടക്കാനോ സെറ്റിയെ കിടക്കാനോ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അമലിനെ അങ്ങോട്ട് ദേഷ്യം വന്നു. അമൽ എന്നിട്ട് എന്ത് ചെയ്യണം, ആ ബെഡ്ഷീറ്റെ കൂടി അങ്ങോട്ട് വലിക്കുകയാണ്. അങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബെഡേന്ന് അപർണ താഴേക്ക് വീഴുവാണ്. നടുവും തല്ലി താഴെ കിടക്കുകയാണ്. എടാ നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ നോക്കിയെങ്കിൽ നടുവിന് നല്ല പെയിൻ ആയിരുന്നു. എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. അമൽ പറഞ്ഞു, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് ചാടിക്കെടി കിടക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, അപർണയോട് പറഞ്ഞു, മര്യാദയ്ക്ക് വേണമെങ്കിൽ ആ സെറ്റിയിലോ അല്ലെങ്കിൽ ആ നിലത്ത് കിടന്നാലും മതി. നിനക്ക് നിലത്ത് കിടക്കുന്നത് നല്ലത്. ശരീരത്തിന് രാത്രി ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാകാൻ നല്ലതാ. നിലത്തെടുത്ത് ആ തണുപ്പ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേ നടുവ് വേദനയൊക്കെ ഇളയിക്കോളും. നല്ല കാര്യമല്ലേ, അവിടെ കിടക്കാൻ പറയാണ്. ഇവിടെ നിന്നെ കാണിച്ചു തരുന്നുണ്ടാന്ന് പറയാണ്. ഈ അപർണ തമ്പിയോടെ നിന്റെ കളി നീ എന്ത് കാണിച്ചു തരുന്ന? ഒന്നും കാണിച്ചു തരാൻ പോകുന്നില്ല. അതെ ഈ അമലിന്റെ അടുത്ത് നിന്റെ കോപ്പറായും കൂടെ വന്നാണ്ടല്ലോ. ഈ അമലാരാ നിനക്ക് ശരിക്കും അറിയത്തില്ല. കുട്ടിക്കളി കളിച്ചുകൊണ്ട് നിൽക്കുന്ന അമലിനെ നിനക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഈ അമലിന്റെ ഉള്ളിൽ വേറൊരു മുഖമുണ്ട്. അതറിയണമെങ്കിൽ അധികം വൈകാതെ തന്നെ നീ അറിയൂന്ന് പറയാണ്. ഈ സമയം അപർണ മനസ്സിൽ പറഞ്ഞ്, നിന്നെ കാണിച്ചു തരാടാ. ഈ അപർണ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്നെ കൂടെ ശരിക്കും അറിയത്തില്ല. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്നോടുള്ള പ്രണയം മൂത്ത് ഞാൻ കല്യാണം കഴിച്ചാന്നോ? ഒരിക്കലും അല്ലടാ. നിന്നെ കല്യാണം കഴിച്ചാന്ന് എന്തിനൊക്കെയാന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് അപർണ മനസ്സിൽ പറയണം. അങ്ങനെ
പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ സൂര്യനാരായണൻ എഴുന്നേറ്റ് രാവിലെ പത്രം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പൊ രാവിലെ ജാനകിയാണ് ഇന്നും ചായ കൊണ്ടേ കൊടുക്കുന്നത്. അങ്ങനെ ജാനകി ചായയും കൊണ്ട് ചെല്ലുവാണ്. ചായയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പം സൂര്യനാരായണൻ ഒന്ന് നോക്കി. പിന്നീട് മോഹൻ തിരിച്ചങ്ങോട്ട് പത്രം വായിക്കുകയാണ്. വേണ്ടെന്നോ വേണമെന്നോ ഒന്നും പറഞ്ഞില്ല. അച്ഛ ഇത് ചായ എന്ന് പറയണ. പക്ഷെ സാധാരണഗതിയിൽ ചായ വാങ്ങിച്ചു കുടിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറയണ. പക്ഷെ ഇന്ന് മൈൻഡ് പോലും ചെയ്തില്ല. ജാനകിക്ക് മനസ്സിലായി തന്നോടുള്ള ദേഷ്യം അച്ഛൻ ഇപ്പോഴും മാറിയിട്ടിരുന്നു. ഈ രംഗം കണ്ടുകൊണ്ടാണ് നളിനി അങ്ങോട്ട് വന്നേ. നളിനിക്ക് സന്തോഷമായി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ജാനകിക്കിട്ടുള്ള ആദ്യത്തെ പണി തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ സാർ എന്താണെങ്കിലും നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കയ്യോടെ ചൂടാറും മുമ്പ് തന്നെ അപർണമോളോട് ചെന്ന് പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് നളിനി എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് നേരെ അപർണയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപർണയ്ക്കാണ് വല്ലാത്ത ദേഷ്യം നിൽക്കുമായിരുന്നു. കാരണം തലേദിവസം മുറിയിലുണ്ടായ സംഭവങ്ങളൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപർണ കുഞ്ഞെന്ന് പറഞ്ഞു, എന്ത് സംഭവം? സൂര്യ സാറിന് ചായമായിട്ട് ജാനകി വന്നു. പക്ഷെ സാറ് ചായ മേടിച്ച് കുടിച്ചില്ലെന്ന് പറയണ. മേടിച്ച് കുടിച്ചില്ല, അതെന്താ? എന്താന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ആന്ന് തോന്നേ, എന്തോ ഒരു പിണക്കം ജാനകി മോളോടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതാന്ന് തോന്നേ ചായയൊന്നും മേടിച്ച് കുടിച്ചില്ല എന്ന് പറയാം. മോളൊരു കാര്യം ചെയ്യുന്ന മോളി ചായ കുടിക്കാനും പറഞ്ഞുകൊണ്ട് കൊടുക്കുവാണ്. പെട്ടെന്ന് അപർണ പറഞ്ഞു, ചേച്ചി ഇപ്പൊ കണ്ടോ, ഇപ്പൊ തന്നെ ഇവിടെ ഞാൻ ഭൂകമ്പം ഉണ്ടാക്കുന്ന കണ്ടോളം പറയണേ. എന്ത്? അതൊക്കെ ചേച്ചി കാണാം. ചേച്ചി എൻ്റെ കൂടെ വാ. ഇപ്പൊ ഞാൻ കൊണ്ടേ കൊടുക്കുന്ന ചായ ഇപ്പൊ കുടിക്കുമല്ലോ എന്ന് കണ്ടോളം പറയണം. അങ്ങനെ അപർണ എന്ത് ചെയ്യുവാണ്, ചായയായിട്ട് നേരെ താഴേക്ക് ചെല്ലുവാണ്. ഈ സമയം ജാനകിക്ക് ഭയങ്കര വിഷമമായിട്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. താൻ കൊണ്ടേ കൊടുത്ത് ചായ കുടിച്ചിട്ടില്ല. അച്ഛൻ തിരിഞ്ഞൊന്നും നോക്കിയിട്ട് പോലുമില്ല. പിന്നീട് അപർണ ചായയായിട്ട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ചായ എന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് സൂര്യ തിരിഞ്ഞു നോക്കിയപ്പോ ചൂട് ചായയായിട്ട് അപർണ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ആ ചായ അങ്ങോട്ട് വാങ്ങുവാണ്. ഇത് കണ്ടത് ജാനകിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഇന്ന് വരെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. താൻ രാവിലെ താനാണെങ്കിൽ എന്നും ചായ കൊണ്ടേ കൊടുക്കുന്നത്. അത് വാങ്ങി കുടിച്ച് സന്തോഷത്തോടെ വർത്തമാനങ്ങളൊക്കെ പറയുന്ന. പിന്നീട് ചായ വാങ്ങി കുടിച്ചിട്ട് സൂര്യ പറഞ്ഞു, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ആയിട്ടാണ്, നല്ല ചായ എന്ന് പറയണ. അല്ല ഇത് മോളുണ്ടാക്കിയതാണെന്ന് ചോദിക്കുകയാണ്. അപർണ പറഞ്ഞു, അതെ ഞാൻ അച്ഛന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്ന് പറയാം. ഇത് കേട്ടതും അപ്പുറം നളിനി നിപ്പുണ്ടായിരുന്നു. നീ ആള് കൊള്ളാലോ അപർണേ, സൂര്യ സാറിന്റെ പ്രീതി പറ്റുന്ന എങ്ങനെയാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയണേ. മോളെന്നാലും ഇത്ര നന്നായിട്ട് ചായ ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ വേലക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോൾക്ക് അടുക്കളപ്പണിയൊന്നും വശമില്ലെന്ന് ഓർത്താ ഞാനിരുന്നേ. പക്ഷെ അതൊക്കെ എന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് എനിക്കിപ്പം മനസ്സിലായെന്ന് പറയാം. ഇനി എന്നും മോള് തന്നെ ചായ കൊണ്ട് തന്നാൽ മതി എന്ന് പറയാം. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. ജാനകിനെ നോക്കുകയാണ്. ഒരു കളിയാക്കി ഒരു നോട്ടമൊക്കെ നോക്കി. എന്നിട്ട് അപർണ അങ്ങോട്ട് കയറി പോവാ. ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ജാനകി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് വരികയാണ്. സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അഭി വന്നിട്ട് ചോദിച്ചു, എന്താ ജാനകി എന്ത് പറ്റിയെന്ന് ചോദിക്കേ. ഒന്നുമില്ല, എന്തോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യമില്ലാതെ നീ സങ്കടപ്പെട്ട് നിൽക്കത്തില്ലോ. പിന്നീട് സൂര്യനാരായണൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛന്റെ മനസ്സിലൊരു ഇച്ചിരി സങ്കടം കയറിട്ടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. വിഷമിക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും കൂടെ മാറിക്കോളൂ. എനിക്ക് എന്നെ വിഷമിപ്പിച്ച കാര്യം ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് കുടിച്ചില്ല. പിന്നെ അപർണ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ചായയാണെന്ന് പറഞ്ഞ് കുടിക്കുകയും ചെയ്തു, പ്രശംസിക്കുകയും ചെയ്തു. ഞാനെന്തോ ഇത്രയും കാലം കൊണ്ടേ കൊടുത്തിട്ട് അച്ഛനത് ഒന്നും ഇഷ്ടമില്ലായിരുന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും ഇല്ല. നിന്നെ ഇവിടെ എല്ലാവർക്കും കാര്യം ജാനകി. പിന്നെ അച്ഛന്റെ ദേഷ്യം കൊണ്ടായിരിക്കും അച്ഛൻ അപ്പോഴങ്ങനെ പറഞ്ഞേ. ഇനി അതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കണ്ട കേട്ടോ. സാരമില്ല, പോട്ടെ. അച്ഛന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ അച്ഛന് മനസ്സിലാവും ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അച്ഛൻ വാങ്ങിച്ചില്ലെങ്കിലും എന്താ, ഒരു കാര്യം ചെയ്യാം, എനിക്കുള്ള ചായയും എടുത്തോണ്ട് വരാൻ പറയാണ്. അങ്ങനെ ജാനകിനെ അടുക്കളയിലേക്ക് വിടുകയാണ്. വിട്ടിട്ട് അഭി ഓർത്തു, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ഒരു പക്ഷെ അച്ഛന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അച്ഛനത് പ്രകടിപ്പിക്കും. ജാനകിയോടുള്ള ദേഷ്യങ്ങളെല്ലാം പുറത്ത് കാണിക്കാൻ തുടങ്ങും. അതൊരു പക്ഷേങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനേ ഉപകരിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അഭി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.